നമസ്തേ. കഴിഞ്ഞ അധ്യായത്തിൽ 18 പുരാണങ്ങൾ നമ്മൾ പരാമർശിച്ചു പോയി. നമ്മൾ മൂന്നാമത്തെ വിഷ്ണു പുരാണത്തിൽ നിർത്തി. ഇന്ന് ശിവപുരാണത്തിൽ ഒന്ന് തൊട്ടുപോവാം. ശിവപുരാണത്തിൽ കൂടുതലും ഡാൻസ് ഓഫ് ക്രിയേഷൻ, ശിവൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അതിനെയാണ് നമ്മൾ ഡാൻസ് ഓഫ് ക്രിയേഷൻ പറയുന്നത്. ശിവൻ്റെ താണ്ഡവം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് റിസർച്ച് എല്ലാം അതിനെപ്പറ്റിയാണ്. ഗോഡ് പാർട്ടിക്കിൾസ് എന്നൊക്കെ പേരിട്ട് ശിവോഹം എന്നുള്ളതൊക്കെ മാറ്റി, ശിവതത്വം എന്നുള്ളത് മാറ്റി ഗോഡ് പാർട്ടിക്കിൾസ് എന്നും ബിഗ് ബാങ് എന്നുമൊക്കെ പറഞ്ഞ് ചില പേരുകളിട്ട് പുതിയ പുതിയ ഒരുപാട് റിസർച്ച് ഇതിനെപ്പറ്റി ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേറ്റ് യോഗി മൗണ്ട് കൈലാഷിൽ അപ്പിയറായിട്ടുള്ള ഈ ഒരു യോഗി, അദ്ദേഹം ഒരു എൻലെസ് പില്ലറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ബ്രഹ്മാവിനും വിഷ്ണുവിനും അവരുടെ ഈഗോയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എൻലെസ് പില്ലറായിട്ടുള്ളൊരു ഫോം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രഹ്മാവ് മേളിലോട്ട് പോകുന്നു. അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വിഷ്ണു താഴോട്ട് പോകുന്നു. രണ്ടുപേർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽ കഥയുണ്ട്, ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് ആ വാസ്റ്റ്നെസ്സിനെ കാണിക്കുന്നതാണ്. പിന്നെ ശിവപുരാണത്തിൽ പറയുന്നത് ഈ ശിവലിംഗത്തിൻ്റെ വർഷിപ്പ്, ശിവലിംഗത്തിനെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ സീക്രട്നെസ് എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശിവതത്വം, ആ ഒരു ഫിലോസഫി, അതൊരു കടൽ പോലെ കിടക്കുന്നൊരു സംഭവമാണ് ശിവതത്വ ഫിലോസഫി എന്ന് പറയുന്നത്. ശിവതത്വം അത് ലൈഫുമായിട്ട്, നമ്മളുടെ ലൈഫുമായിട്ടെല്ലാം ഒരുപാട് കണക്റ്റഡാണ്. പിന്നെ നമ്മളുടെ എനർജി, സ്റ്റിൽനെസ്, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനുണ്ട് ശിവപുരാണത്തിൽ. ഹ്യൂമൻ അനാട്ടമിയെ പറ്റി, അതായത് ഒരു കുട്ടി, ആദ്യം ഒരു ആത്മാവ്, ആ ആത്മാവ് എങ്ങനെ ഉടലെടുക്കുന്നു, ഹ്യൂമൻ അനാട്ടമിയും എംബ്രയോളജിയും, ഒരു അമ്മയുടെ വയറ്റിൽ ആ കുട്ടി എങ്ങനെ വളരുന്നു, അതിൻ്റെ പല പല സ്റ്റേജുകൾ, ആ വളരുമ്പോഴുള്ള ആ കുട്ടിയുടെ കോൺഷ്യസ്നെസ്, ആ കോൺഷ്യസ്നെസ്സിലുള്ള എക്സ്പാൻഷൻ, ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിലായിട്ട് ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഗണേശൻ്റെയും കാർത്തികേയൻ്റെയും അവരുടെ ജനനം, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ദക്ഷൻ്റെ യാഗത്തിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ പല നേരത്തെ പറഞ്ഞ പോലെ പല പല ഹോളി പ്ലേസുകൾ, വാരണാസിയും കേദാർനാഥും അങ്ങനെയുള്ള പല പല ഭൂമിയിലുള്ള പിൽഗ്രിമേജ് ആയിട്ടുള്ള ശക്തിപീഠങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ജ്യോതിർലിംഗങ്ങളായാലും ഏത് എനർജി സെൻറ്റേഴ്സ് ആയാലും അവിടെ പോകുമ്പോഴുള്ള മനുഷ്യരിലുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, എന്തുകൊണ്ട് പോകണം, ആര് പോകണം, എങ്ങനെ പോകണം, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് നമുക്ക് ഭാഗവത പുരാണത്തിലേക്ക് പോകാം. അപ്പോൾ ഭാഗവത പുരാണം നിങ്ങൾക്കറിയാം, ഒരു 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 തരം ഡിവോഷണൽ സോങ്സിലൂടെയാണ് അത് കൂടുതലും അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് രാമായണം എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ വരെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അത് പരീക്ഷത്തിൻ്റെ കാലഘട്ടങ്ങളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പരീക്ഷത്ത് നിങ്ങൾക്കറിയാം, അർജുനൻ്റെ ഗ്രാൻഡ് സണ്ണാണ്. അർജുനൻ്റെ ചെറുമകനാണ്.
അപ്പം ഏജ് ഓഫ് പരീക്ഷിത്ത് എന്ന് പറയുന്ന അറൈവൽ ഓഫ് കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ തുടക്കമാണ് പരീക്ഷത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ തന്നെ കൃഷ്ണൻ്റെ പല പല പ്ലേഫുള്ളായിട്ടുള്ള ലീലകളും ചൈൽഡ്ഹുഡ്, അത് കുഞ്ഞുനാളിലുള്ള പല പല ലീലകളും, വൃന്ദാവനിലുള്ള കൃഷ്ണൻ്റെ ആ ഒരു വളർച്ചയുടെ പല ഘട്ടങ്ങളും അതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ പ്രഹ്ലാദനും നരസിംഹമൂർത്തിയായിട്ടുള്ള ആ ഒരു കഥയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോണ്ടിനെൻസിൻ്റെ ആ ഒരു ഇത് പറഞ്ഞല്ലോ, ജംബുദ്വീപ്, അങ്ങനെയുള്ള പല പല കോണ്ടിനെൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഈ ഭാഗവത പുരാണത്തിലുമുണ്ട്. ഭാഗവത പുരാണത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് കുറേയും കൂടെയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ ജിയോഗ്രഫി പറയുന്നുണ്ട്. വളരെ ആക്യുറസി, അതായത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലി എന്ന് പറയുന്ന സ്ഥലം അതെന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, സൗത്ത് അമേരിക്ക എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ റെഫറൻസ് എടുത്തിരിക്കുന്ന ഈ ഭാഗവത പുരാണത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് ഭാഗവത പുരാണം. സ്ക്രിപ്റ്റേഴ്സാണ് ഭാഗവത പുരാണം. ഇതൊന്നും ശരിക്കും ഒരു മിത്തോളജി അല്ല. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. നിങ്ങളതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളൊരു ഒരു ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോകും ഇതിനെ ശരിക്കുള്ള രീതിയിൽ ഡീകോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം അത്രേ പറയുന്നുള്ളൂ. അപ്പം ഭാഗവത പുരാണം ഇതെല്ലാം ഉണ്ടെങ്കിലും, സൈക്കിൾ ഓഫ് ഏജസ്, കോണ്ടിനെൻസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അത് പ്യുവർ ഡിവോഷൻ ഫോർ ഗോഡ്, അതിലേക്ക് നമ്മൾ എത്തിക്കും. ശരിയായ രീതിയിൽ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ദൈവത്തിനെ ഭക്തിമാർഗത്തിലൂടെയും നമുക്കറിയാൻ പറ്റും. ഓക്കെ, അടുത്തത് നാരദ പുരാണം. അത് അഗെയിൻ ഒരു സോങ്, ഹിം, പോം കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷനാണ്. അതിനകത്ത് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഡിവൈൻ വാൻഡറർ വിത്ത് വീണയുമായിട്ട് പല ലോകങ്ങളിൽ പോയി പാട്ട് പാടി പ്രൈസ് ചെയ്ത് നാരായണ നാരായണ എന്നിങ്ങനെ ദൈവത്തിനെ പ്രൈസ് ചെയ്ത് ഓരോ പാട്ടുകളും ഹിംസും പോംസും എല്ലാം അതിലൂടെ ദൈവത്തിൻ്റെ ഭക്തിയെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു സ്ക്രിപ്റ്ററാണ്, സ്ക്രിപ്റ്റേഴ്സിൻ്റെ ഭാഗമാണ് നാരദപുരാണം എന്ന് പറയുന്നത്. അതിനകത്ത് പല വർണ്ണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, ആശ്രമധർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു കാലത്ത് നമ്മളുടെ സൊസൈറ്റിയെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് അവരുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ച് അവർക്ക് പല റോളുകളും ലൈഫിൻ്റെ പല സ്റ്റേജുകളും കൊടുത്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെട്ടിക്കിളിയും ഇപ്പോൾ ഒരു ജാതിയിൽ ജനിക്കുവാണെങ്കിൽ ആ ജാതിയായി. പണ്ടങ്ങനെയല്ലായിരുന്നു. അത് ഓരോ ആളുടെയും കോൺഷ്യസ്നെസ്സിനനുസരിച്ച് ഏൺ ചെയ്തെടുക്കുന്ന ഒരു പദവിയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പല വീഡിയോയിലായിട്ട്. യുഗപുരുഷൻ, പണ്ഡിറ്റ്, ആചാര്യൻ, ഇതെല്ലാം ആർക്ക് വേണേലും ജ്ഞാനത്തിലൂടെ, വിജ്ഞാനത്തിലൂടെ, അഭ്യാസത്തിലൂടെ, പല ജീവിതഘട്ടങ്ങളിലൂടെ, അതിൽ സന്യാസം എന്ന് പറഞ്ഞാൽ വയസ്സാവുമ്പോൾ ചെയ്യുന്നതല്ല സന്യാസം എന്ന് പറയുന്നത്. അത് ഏറ്റവും യങ്ങായിട്ടിരിക്കുമ്പോഴാണ് സന്യാസം ചെയ്യുന്നത്. സന്യാസത്തിലൂടെ, മൈൻഡ് കൺട്രോളിലൂടെ, മന്ത്രദീക്ഷയിലുള്ള കമാൻഡിലൂടെ, തന്ത്രത്തിലുള്ള കമാൻഡിലൂടെ, ഇതിലെല്ലാം ആർജിച്ചെടുക്കുന്ന ഒരു പദവിയാണ് ബ്രാഹ്മണം, അല്ലെങ്കിൽ പണ്ഡിറ്റ്, അല്ലെങ്കിൽ യുഗപുരുഷൻ, പൂർണ്ണപുരുഷൻ. ഇങ്ങനെയൊക്കെ പല
യുനോ എബ്രിവേഷൻസ് അല്ലെങ്കിൽ പല പല ടൈറ്റിലുകളുണ്ടായിരുന്നു. അത് നേടിയെടുക്കുന്ന ഒരു കാര്യമായിരുന്നു. ഓക്കെ. പിന്നെ ഒരു കിങ് നാരദ പുരാണത്തിൽ പറയുന്നത്, ഒരു രാജാവിൻ്റെ എന്തൊക്കെ ഡ്യൂട്ടിയുണ്ട്, ധാർമ്മികമായിട്ട് ആ രാജാവ് എന്തെല്ലാം കാര്യങ്ങൾ പ്രജകൾക്ക് വേണ്ടി ചെയ്യണം, ഒരു ഗൃഹസ്ഥൻ എന്തൊക്കെ ചെയ്യണം, ഈ ഗൃഹസ്ഥർ രാജാവിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള പല പല നദികളും ആ നദികളുടെ ഇമ്പോർട്ടൻസ്, ഫോർ എക്സാമ്പിൾ ഗംഗ, സരസ്വതി, യമുന, നർമ്മദ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ചുറ്റുമുള്ള പല പല സിവിലൈസേഷൻസ്, അതെല്ലാം ഒറിജിനായിട്ടുള്ള അതിൻ്റെ ഉത്ഭവം, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്ണു അവതാരത്തെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാ വിഷ്ണു അവതാരത്തെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രാദ്ധം, നമ്മളുടെ പിതൃക്കൾക്കുള്ള ശ്രാദ്ധം, റിച്വൽസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ മാർക്കണ്ഡേയ ഋഷിയുടെ ആ ഒരു കഥയും ഇതിനകത്തും പറയുന്നുണ്ട്, നാരദ പുരാണത്തിലുമുണ്ട്. എങ്ങനെയാണ് മാർക്കണ്ഡേയ മുനി മരണത്തെ തോൽപ്പിച്ചത്, ശിവനിലുള്ള ആ അടങ്ങാത്ത ഭക്തി കൊണ്ട് എങ്ങനെ മരണത്തെ തോൽപ്പിച്ചു എന്നുള്ള കഥ അതിനകത്തുണ്ട്. നാരദ മുനി എല്ലാ വേൾഡിലും ട്രാവൽ ചെയ്തിരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. 7 ലോകങ്ങളിലും പോയി ഇതുപോലെ പോംസും ഹിംസും പാടി അതിലൂടെ വിജ്ഞാനം പകർന്നു കൊടുത്ത ഒരു സേജാണ് നാരദ മുനി എന്ന് പറയുന്നത്. ഈസിയസ്റ്റ്, അതായത് ദൈവനാമം നമ്മൾ പാടി സ്തുതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഡെഡിക്കേഷനോട് കൂടിയും ഭക്തിയോട് കൂടിയും സ്നേഹത്തോടു കൂടിയും കമ്പാഷനേറ്റായിട്ടും പാടി സ്തുതിക്കുകയാണെങ്കിൽ അത് മതി. അതാണ് ഈസിയസ്റ്റ് പാത്ത് ടു ലിബറേഷൻ എന്നാണ് നാരദ പുരാണം പറയുന്നത്. അടുത്തത് മാർക്കണ്ഡേയ പുരാണം. ഋഷി മാർക്കണ്ഡേയൻ, ഇറ്റേണൽ ചൈൽഡ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ, ഈ നാരദ പുരാണത്തിൽ പറഞ്ഞ പോലെ, ആ ശിവനിലുള്ള ഒരു ഡെഡിക്കേഷനിലൂടെ ആ ഒരു ഇമ്മോർട്ടൽ ലെവലിലേക്ക് വന്ന, അതിനൊരു യോഗിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഭക്തിയെ കാണിക്കുന്നു. പിന്നെ മഹിഷാസുരനെ ദേവി അത് ചെയ്യുന്നത്, ആ ഒരു കഥയും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മഹിഷാസുരമർദ്ദിനി എന്നാണല്ലോ പേര് തന്നെ. അപ്പം മഹിഷാസുരനെ വധിക്കുന്നതും ആ ഒരു കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കണ്ഡേയ പുരാണത്തിലും ഇനി പറഞ്ഞ പോലെ പല പല സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഡ്യൂട്ടീസ് അവരെങ്ങനെ ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ വിവാഹം എങ്ങനെ നടക്കണം, ആ വിവാഹത്തിൽ എന്തെല്ലാം റിച്വൽസ്, ഇപ്പോൾ ഫയർ റിച്വൽസ് ആണെങ്കിൽ ഫയർ റിച്വൽസ്, അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള റിച്വൽസ്, അത് ആരൊക്കെ എങ്ങനെ ചെയ്യണം എന്നെല്ലാം ക്ലിയറായിട്ട് മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഫുഡ്, ഇപ്പം ചില ആൾക്കാർ ഇപ്പം പൊതുവേ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്, നോൺ വെജ് കഴിക്കരുത്, വെജ് മാത്രമേ കഴിക്കാവുള്ളൂ. പക്ഷേ ഈ പുരാണങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യുകയാണെന്ന് നമുക്കറിയാം. അന്നും ഈ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ തന്നെ അതിൻ്റെ ഒരു റൂൾസ് പറയുന്നുണ്ട്. റൂൾസ് അബൌട്ട് ഫുഡ് ഹാബിറ്റ്സ്.
വെജിറ്റേറിയൻ എങ്ങനെ ആയിരിക്കണം, നോൺ വെജിറ്റേറിയൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ആൾക്കാർ അന്നും ഇന്നും ഉണ്ടായിരുന്നു. അത് ഓരോ ആൾക്കാരുടെ ലെവലിനനുസരിച്ച് അവർ ആ ഒരു ഫുഡ് ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കുക. ഇപ്പം അത്രത്തോളം ഫ്ലെക്സിബിളും ഡൈവേഴ്സും ആയിരുന്നു അന്നും ആൾക്കാർ. പിന്നെ ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ യോഗ, മെഡിറ്റേഷൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, യോഗ മെഡിറ്റേഷൻ ഒരു ഗുരുവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേഞ്ചേഴ്സ് അത് എത്രത്തോളം ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്നു എന്ന് മാർക്കണ്ഡേയ പുരാണം പറയുന്നുണ്ട്. ഇതാരും ശ്രദ്ധിക്കാറില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓക്കെ, അടുത്ത് അഗ്നിപുരാണം, ഫയർ ഓഫ് നോളജ്. അത് അഗ്നിദേവനാണ് അത് നറേറ്റ് ചെയ്തിരിക്കുന്നത്, ഗോഡ് ഓഫ് ഫയർ. അപ്പോൾ ഈ അഗ്നിദേവനാണ് നമ്മളുടെ എല്ലാ ഓഫറിങ്, അതായത് മനുഷ്യരുടെ ഓഫറിങ്, അത് നമ്മൾ ഇത് ചെയ്യുകയാണ്, ഹോമത്തിൽ ഹോമിക്കുകയാണ്. ഈ ഓഫറിങ്, ഹ്യൂമൻസിൻ്റെ ഗോഡിനുള്ള ഓഫറിങ് എന്ന് പറയുന്നത് ഈ അഗ്നി തന്നെയാണ്. അപ്പോൾ അഗ്നി പുരാണം അതിലെ കൂടുതലും സ്പെസിഫിക്കലി ആ ഒരു ഫിലോസഫിയിലേക്ക് ഇൻ ഡെപ്തായിട്ട് പോകുന്നു. അതുപോലെ തന്നെ സ്പിരിച്വൽ നോളജ്, സയൻറ്റിഫിക് നോളജ്, പിന്നെ ഈ വിഷ്ണുവിൽ തന്നെയുള്ള മെറ്റീരിയൽ അവതാർസ് ഉണ്ട്. അതായത് കൃഷ്ണൻ്റെ സ്റ്റോറികളും രാമൻ്റെ സ്റ്റോറികളും ഡിഫറെൻറ്റ് മഹാഭാരതത്തിലെ ഡിഫറെൻറ്റ് എപ്പിസോഡുകൾ, അത് ഒരു മിത്തോളജിയിൽ നിന്നൊക്കെ മാറിപ്പോയി. ടെമ്പിൾ ആർക്കിടെക്ചർ, ഒരു ഐഡിൽ, അതായത് ഒരു വിഗ്രഹം എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ താന്ത്രികന്മാരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇതറിയാവോ എന്ന് പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിച്ച് ഈ സംഭവങ്ങളൊക്കെ, ഇപ്പോൾ ഗുരുവിന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇങ്ങനെയുള്ള താന്ത്രിക വിദ്യകളൊക്കെ പറഞ്ഞു കൊടുക്കുകയുള്ളായിരുന്നു. ഇപ്പം അതിനൊരു കൺട്രോളും ഒന്നുമില്ല, ആർക്ക് വേണേലും താന്ത്രികമാവാം. ഞാനത് സ്പെസിഫിക്കലി പറയാൻ കാരണം, എനിക്ക് എൻ്റെ നേറ്റീവ് വില്ലേജിൽ ഒരാളെ അറിയാം. അദ്ദേഹം പാർട്ട് ടൈം താന്ത്രിയാണ്. രാത്രി കാലങ്ങളിൽ പുള്ളി ബോധമൊന്നുമില്ല, വെള്ളടി കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് പല പല മെയിൻ ടെമ്പിളുകളിലും താന്ത്രിയായിട്ടിരിക്കുന്നത്. അതല്ല നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അപ്പോൾ കോൺസിഗ്രേഷൻ ഞാൻ പറഞ്ഞു, പല പല വർഷിപ്പുകളുടെ റിച്വൽസ്, അത് ഹോമത്തിൽ തന്നെ അഗ്നിഹോത്രം എങ്ങനെയാണ് ചെയ്യേണ്ടത്, സാധാ ഒരു ഹോമം എങ്ങനെയാണ് ചെയ്യുന്നത്, മൃത്യുഞ്ജയ ഹോമം എങ്ങനെയാണ് ചെയ്യുന്നത്, ഗണപതി ഹോമം എന്തിനാണ്, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്ക് ചെയ്യണം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആയുർവേദത്തിനെ പറ്റി പറയുന്നുണ്ട്, ഹീലിംഗ്, അതായത് മൂലികകൾ വെച്ച് എങ്ങനെ ഹീൽ ചെയ്യണം, ആസ്ട്രോണമി പറയുന്നുണ്ട്, ആസ്ട്രോളജി പറയുന്നുണ്ട്, പ്ലാനറ്ററി മൂവ്മെൻറ്റ്സ്, ഒരു പ്ലാനറ്റ് എപ്പോൾ ഏത് സമയത്ത് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതിന് അനുസരിച്ചുള്ള ഭൂമിയിലുള്ള അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായിരിക്കും, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. രാജാക്കന്മാർക്കുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, എങ്ങനെ ഒരു ജസ്റ്റിസ് പെർഫോം ചെയ്യാം, പ്രജകൾക്ക് എങ്ങനെ ജസ്റ്റിസ് കൊടുക്കാം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ആർമി, ഇത് യുദ്ധപ്പടകൾ, ആർമീസ്, രാജാവിൻ്റെ ആർമീസ്, അവർ എങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, ആർച്ചറി, അവരുടെ യുദ്ധക്കോപ്പുകളെല്ലാം ആർച്ചറി, അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, മാർഷൽ ആർട്സ്, കളരിപ്പയറ്റ് പോലുള്ള മാർഷൽ ആർട്സ്, ആ ഒരു ദിനചര്യ എങ്ങനെ കൊണ്ടുവരണം, മ്യൂസിക്, പോയട്രി,
പാട്ടും കവിതയും മെഡിസിനും സ്റ്റേറ്റ് ക്രാഫ്റ്റ്, പല പല ക്രാഫ്റ്റുകൾ, ഇതെല്ലാം അഗ്നിപുരാണത്തിലുണ്ട്. അഗ്നിപുരാണം എന്ന് പറയുന്ന ഒരു തീ തന്നെയാണ്. അത് നമ്മളുടെ എല്ലാ ഇഗ്നോറൻസും കരിച്ചു കളയുന്നൊരു സംഭവമാണ്. എന്നിട്ട് പ്യുവർ നോളജ് വിസ്റ്റം തരുന്നു. ഓക്കെ. 9 ഭവിഷ്യപുരാണം. അത് നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. പല പല പ്രോഫസി, ഇപ്പോൾ പ്രോഫസീസൊക്കെ പല ആൾക്കാർ ഇത് ബാബ നെങ്കായോ എന്തോ ഒരു ലേഡി, അവരുടെയൊക്കെ പ്രോഫസീസ് ഇട്ടങ്ങ് കളിയാണ്. ഇതിലേക്കാട്ടിലൊക്കെ ഒരുപാട് മുമ്പ് തന്നെ എല്ലാ പ്രോഫസികളും നമ്മളുടെ ടെക്സ്റ്റിലുണ്ട്. എല്ലാ പ്രോഫസികളും പല കാര്യങ്ങളും ഇതിൽ നിന്നൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം ഭവിഷ്യപുരാണം കൂടുതലും ഫ്യൂച്ചർ, ലുക്കിംഗ് ഫോർവേഡ് ഇൻസ്റ്റെഡ് ഓഫ് ബാക്ക്. ഇനിയുള്ള കാലങ്ങളിൽ വരാനുള്ള രാജാക്കന്മാരെ പറ്റി പ്രഡിക്ഷനുണ്ട്. ആ രാജകുടുംബം, കിങ്ഡം, അതിനെപ്പറ്റി പ്രഡിക്ഷൻസ് ഉണ്ട്. സമൂഹത്തിലുണ്ടായ അല്ലെ ഉണ്ടാവുന്ന ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട്. പല പല ചേഞ്ചസ്. ഈവൻ രാജാക്കന്മാരുടെ മെൻറ്റാലിറ്റിയിൽ തന്നെ, ധാർമ്മിക ബോധത്തിൽ തന്നെയുള്ള ചേഞ്ചസ്, അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ആൻസസ്റ്റേഴ്സിന്, അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പുരാണങ്ങളിലും പറയുന്നുണ്ട്. ആൻസസ്റ്ററിനെ എങ്ങനെ ഹോണർ ചെയ്യണം, എങ്ങനെ അവർക്ക് ബഹുമാനം കൊടുക്കണം, അവരുടെ ശ്രാദ്ധമായാലും ബലിയായാലും അങ്ങനെയുള്ള റിച്വൽസ് എങ്ങനെ ചെയ്യണം, എല്ലാ പുരാണത്തിലും ഉണ്ട്. പിന്നെ സൺ ഗോഡിനെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം, സണ്ണിനെ, അതായത് രാവിലത്തെ സൂര്യ നമസ്കാരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സണ്ണിനെ എങ്ങനെ വർഷിപ്പ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കലിയുഗത്തിൻ്റെ പല പല വിഷൻസ് എന്താണ്, അധാർമികമായിട്ടുള്ള പുതിയ പുതിയ മതങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അധാർമികമായിട്ടുള്ള പല പല സ്വാർത്ഥ മതങ്ങളും പൊട്ടിപ്പുറപ്പെടും എന്ന് കൃത്യമായിട്ട് ഭവിഷ്യപുരാണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് കലിയുഗത്തിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. ഭവിഷ്യപുരാണത്തിൽ പറയുന്നത് പുതിയ പുതിയ അധാർമികമായിട്ടുള്ള റൂളേഴ്സ് എല്ലാം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഇതായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ രാജാവിനെ അല്ല പറയുന്നത്, ചിലപ്പോൾ അതൊരു പ്രസിഡൻ്റ് ആവാം, ചിലപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു ഹെഡ് ആവാം, അങ്ങനെ പല ഇതിലേക്കും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകണം. അപ്പം അധാർമികമായിട്ടുള്ള ന്യൂ റൂളേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പല പല കയോസ്, എല്ലാം ധർമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് വന്നു ഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം പവറും റെക്കഗ്നീഷനും എല്ലാം അധാർമികമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങളും കൾട്ട് റിലീജിയനുകളും ഡിസ്ട്രക്റ്റീവ് ഫോഴ്സും എല്ലാം വന്നു ഭവിക്കും എന്ന് ഭവിഷ്യപുരാണം പറയുന്നു. പക്ഷേ ഓൺ ദ അതർ സൈഡ് നമുക്കൊരു ഹോപ്പ് തരുന്നുണ്ട്. ഫെയ്ത്ത്, നല്ല ഫെയ്ത്തും ശുദ്ധബോധവും അനുഭവിക്കുന്ന, അല്ലെ ആ ഒരു ലെവൽ എത്തിച്ചേരുന്ന ഒരാൾ ഇവരിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് അധാർമികരായിട്ടുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്ത് ലൈറ്റിലേക്ക് കൊണ്ടുവരും എന്നും പറയുന്നുണ്ട്. അത് നമ്മളിലേക്ക്
പഠിപ്പിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ആക്ഷൻ, നമ്മളുടെ ഇപ്പോൾ ലോകത്തിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ്. ഓഫ് കോഴ്സ് നെക്സ്റ്റ് ജനറേഷനും ഇതെല്ലാം. അതിനെപ്പറ്റി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഭവിഷ്യപുരാണത്തിലുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോവാം. അടുത്തത് ബ്രഹ്മപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. അത് രാധാകൃഷ്ണൻ്റെ കുറേ ഹിംസാണ്. അവർ തമ്മിലുള്ള ബോണ്ടും കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുപ്രീം ബീയിങ് ആണ്, പൂർണ്ണ പുരുഷൻ. രാധ എന്ന് പറയുന്ന ഇറ്റേണൽ എനർജി ഓഫ് ലവ്, ലവിൻ്റെ ഒരു സിംബോളിസമാണ്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ്, അവർ തമ്മിലുള്ള യൂണിയൻ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ക്രിയേഷൻ, എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി, അതിനെപ്പറ്റി പറയുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരുടെ റോൾസ് എന്താണ്, അവർ എന്തിന് ഏതൊക്കെ റോള് എങ്ങനെ എന്തിനു ചെയ്യുന്നു, മാനവരാശിക്ക് വേണ്ടി, ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. പല പല ഗോഡുകളും ഗോഡസുകളും ദേവതകളും അവരുടെ ഉത്ഭവത്തിനെ പറ്റി പ്രതിപാദിക്കുന്നു. സീക്രട്ട്നെസ് ഓഫ് കൗ, ഗോമാതാവ് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ സീക്രട്ട്നെസ് എന്താണെന്ന് പ്രതിപാദിക്കുന്നു. അതും മനുഷ്യനുമായിട്ടുള്ള ആ ഇമോഷണൽ ബോണ്ടിനെ പറ്റി പ്രതിപാദിക്കുന്നു. മനുഷ്യൻ ഗോക്കളുടെ അടുത്ത് ഉള്ള ഡ്യൂട്ടി, ഇവൻ മനുഷ്യനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗോക്കളെ എങ്ങനെ പരിപാലിക്കണം അതിനെ പറ്റി പറയുന്നു. അടുത്തത് ഒരു സോൾ, ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞ് അതിന് സംഭവിക്കുന്നു, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണൻ്റെ ഈ ദ്വാരകയെല്ലാം നശിച്ചു കഴിഞ്ഞ് കടലെടുത്തു കഴിഞ്ഞ് ആ ഒരു സ്റ്റോറി, ആ ഒരു കഥ ബ്രഹ്മപുരാണത്തിലുണ്ട്. യമധർമ്മൻ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹത്തിനൊരു സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് ജസ്റ്റിസ് നടപ്പാക്കുന്നത് മരിച്ചു കഴിഞ്ഞ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പല പല റിസൾട്ട്, ഒരു മരണം കഴിഞ്ഞിട്ട് ഈ ആത്മാവ് പല പല റിസൾട്ടുകളിലേക്ക് പോവും. അത് അക്കോർഡിംഗ് ടു ഹിസ് കർമ്മ, അദ്ദേഹത്തിൻ്റെ കർമ്മ എങ്ങനെയാണ് അതിനനുസരിച്ച് പല പല റിസൾട്ടുകളും ടെസ്റ്റുകളും അസസ്മെൻറ്റും ഈ പർട്ടിക്കുലർ സോളിനുണ്ടാവും. അതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. പിന്നെ സ്വാർത്ഥമല്ലാത്ത ദൈവത്തോടുള്ള ഭക്തി, അതാണ് നമ്മളെ ലിബറേറ്റ് ചെയ്യുന്നതെന്ന് ബ്രഹ്മപുരാണം നമ്മളെ പഠിപ്പിക്കുന്നു.